ഇതേപോലെ ഒരാഴ്ച വീട്ടിൽ കള്ളം കയറി കേട്ടോ. കള്ളം കയറിയപ്പോൾ എന്തിനാ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ കയറിയെന്ന് എനിക്ക് ഇപ്പോഴും ഓർത്തിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം ആ പുള്ളി ഒരു ദൗത്യം ക്ലിയർ ചെയ്യാനാണ് ആ പുള്ളി വന്നേക്കണമെങ്കിൽ ആ വീട്ടിൽ വെച്ച് ആ ദൗത്യം ക്ലിയർ ആവില്ല. അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ മനുഷ്യൻ അവിടെ കയറുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എനിവേ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അതായത് ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മമ്മാൻ്റെ പൂർവികരൊക്കെ 7 തലമുറകൾക്ക് ഇരുന്ന് തിന്നാനുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മമ്മാനോട് പിന്നെന്തിനാ മമ്മ ബാങ്കുകാർ ലോൺ അടയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ച് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മമ്മ പറയും, അല്ല ഞാൻ 8ാമത്തെ തലമുറയാണ്. അങ്ങനെ പറയും. അപ്പം അപ്പം ഈ കള്ളം കയറിയിട്ട് എന്തിനാ അയാൾ കയറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പുള്ളി വന്ന് മുമ്പത്തെ ടി വി എന്ന് പറഞ്ഞ് ബോക്സ് ടൈപ്പ് ടി വി ആണല്ലോ, ആ ടി വി എടുത്ത് താഴേക്ക് ഇറക്കി വെച്ച് പിന്നെ പുള്ളി റൂമിൽ പോയിട്ട് കോട്ടിൻ്റെ മുകളിൽ കിടക്കുന്ന ബെഡ് എടുത്ത് മടക്കി വെച്ച് അതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തായിരിക്കും. എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ടി വി എടുത്ത് താഴെ വെച്ച് എന്തിനാന്ന് എനിക്കിപ്പോഴും ചിലപ്പോൾ പോകുന്ന വഴിക്ക് എടുത്തിട്ട് പോകുമെന്ന് വിചാരിച്ചായിരിക്കും കേട്ടോ. പക്ഷേ ആ ടി വി കൊണ്ടുപോകേണ്ട ആവശ്യം, കാരണം ഞങ്ങൾ 3 പേർക്കും കൂടി ആ ഒരു ടി വി ഉള്ളതുകൊണ്ട് ഞങ്ങൾ 3 പേരും എപ്പോഴും ആ ടി വിക്ക് വേണ്ടി അടിയായിരുന്നു. ആ ടി വി ഒക്കെ കൊണ്ടുപോയിട്ട് ശാപം കിട്ടും. എന്നിട്ട് ഈ പുള്ളി കള്ളം കയറിയിട്ട് കള്ളനൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. ഞങ്ങൾ കള്ളം കയറി എന്നുള്ളത് വന്നറിഞ്ഞ് ഞങ്ങളെല്ലാം നോക്കിയപ്പോഴേക്കും ഭാഗ്യം ഒന്നും പോകാനൊന്നും ഇല്ല, പിന്നെ ഒന്നും പോയില്ല. അപ്പം ഒന്നും പോയില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ അയൽവക്കക്കാരും തറവാട്ടുകാരൊക്കെ വന്നിട്ട് ഓക്കെ ഭാഗ്യം ഒന്നും പോയില്ല എന്നോർത്തിരിക്കുക. പക്ഷെ ഞാൻ നോക്കുമ്പം മമ്മാൻ്റെ മുഖത്ത് മാത്രം ടെൻഷനുണ്ട്. എന്താണെന്നറിയോ, ഇനി ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല എന്നുള്ളത് കള്ളം പുറത്തെവിടെയെങ്കിലും പോയി പറയുമെന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും. അവിടെ ആ ഒരു മമ്മാൻ്റെ മുഖത്ത് മാത്രം ഒരു വല്ലാത്തൊരു വിഷമം. കള്ളം വന്നിട്ട് പുള്ളിക്കൊന്നും കിട്ടിയില്ല. വെറുതെ ചുമ്മാ ഒരു കാര്യമില്ല. അയാൾ എന്തിനാണോ ഇവിടെ കയറിയത്. അയാളുടെ ആ ഒരു ഫീൽഡിൽ ഏറ്റവും വേസ്റ്റ് ഡേ അന്നത്തെ ദിവസമായിരിക്കും. ഈ മമ്മാൻ്റെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് കോളുകളും മെസ്സേജൊക്കെ വരാറുള്ളതാണ് ബാങ്കിൽ നിന്നാണേ. അതായത് നിങ്ങൾക്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഫൈൻ പിടിക്കാനുള്ള ബാലൻസെങ്കിലും അതിനകത്ത് ഇട്ട് വെക്കണമെന്ന്. അങ്ങോട്ടായി കള്ളരിടിച്ച് കയറി വന്നിരിക്കണേ നോക്കണേ. പിന്നെന്ന് പറഞ്ഞാൽ ഇതേപോലെ വേറൊരു ദിവസം ഒരു സംഭവം ഉണ്ടായത്. മമ്മ എന്നോട് വിളിച്ചിട്ട് പറയുക, അതെ അനിയൻ കുഞ്ഞ് കോളേജിൽ ഓരോ പ്രാവശ്യവും ഫാൻസി ഡ്രസ്സ് പോലത്തെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പം ആ വർഷത്തെ ഫാൻസി ഡ്രസ്സിന് അവൻ കോളേജിൽ വെച്ച് സാരി എടുത്ത് റാംബോക്കൊക്കെ ചെയ്തൊരു ഭയങ്കര കോമഡി ആയിരുന്നു എന്നൊക്കെ മമ്മ എന്നെ വിളിച്ച് പറയാം. അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഉണ്ടോ, ഒന്ന് അയച്ചേ എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ശരി എന്നൊക്കെ പറഞ്ഞ് ടെക്നിക്കൽ നോളജൊക്കെ നല്ലപോലെ ഉള്ള ഒരാളാണ് മമ്മ. അപ്പം മമ്മ അപ്പോൾ തന്നെ വാട്സപ്പ് എടുത്തിട്ട് ഈ ഗാലറിയിൽ നിന്ന് എനിക്ക് ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് 30 ഫോട്ടോ അയച്ചു തന്നു. അപ്പം ഞാൻ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴേക്കും അതിനകത്ത് ഒരെണ്ണം അനിയൻ്റെ റാംബോക്കുണ്ട്, ബാക്കി എല്ലാം ഉണ്ടല്ലോ ഫോണിൻ്റെ വാൾപേപ്പറിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനൊരു ഫോൺ പുള്ളിക്കാരിയുടെ ഫോണുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെയാണല്ലോ പവർ ബട്ടൺ, ഇവിടെയാണല്ലോ വോളിയം ബട്ടൺ, ഇവിടെ നിൽക്കുമ്പം ആ പ്രഷർ ഇവിടെയും കൂടെ അമങ്ങിയിട്ടേ അതങ്ങ് സ്ക്രീൻഷോട്ടായിട്ട് ഗാലറി മൊത്തം വാൾപേപ്പർ സ്ക്രീൻഷോട്ടുകളാണ്, ഫുൾ വാൾപേപ്പർ സ്ക്രീൻഷോട്ടുകൾ കിടക്കുക. അപ്പോൾ പുള്ളിക്കാരി അപ്പോൾ തന്നെ അയച്ച കൂട്ടത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഡ്രാഗായി പോയതായിരിക്കാം, ഫുള്ള് ഒരു 30 ഫോട്ടോസ് വന്നേക്കുവാണേ. അത് ഞാൻ 30 ഫോട്ടോസ് നോക്കിയപ്പോഴേക്കും അതിനകത്ത് ഒരെണ്ണം അനിയൻ്റെ റാംബോക്കിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ട്, ബാക്കി എല്ലാം വാൾപേപ്പറിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ്. മീൻസ് അതാണ് ഞങ്ങളുടെ വീട്ടിലെ പോരാളികളുടെ കോമഡികൾ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് പറയാൻ. ഇതേപോലത്തെ ഒരുപാടുണ്ട്. വോയിസ് മെസ്സേജ് അയക്കാൻ പഠിച്ചത് ഭയങ്കര കോമഡിയാണ്. എനിക്ക് വോയിസ് മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ വിളിച്ചിട്ട് പറയാം എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്ക്. അത് ഒരു വിധത്തിൽ ഓപ്പൺ ആക്കിച്ച്. എന്നിട്ട് പറയാം ആ മൈക്ക് കുത്തിപ്പിടിച്ചിട്ട് സംസാരിക്കുക. മൈക്ക് കുത്തിപ്പിടിച്ച് അവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നം കണ്ടോ, അത് കുത്തിപ്പിടിക്കുക, അമർത്തി പിടിക്കുക. എന്നിട്ട് അതിങ്ങനെ 1 മിനിറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് അമർത്തി പിടിച്ചിട്ട് പറയുക, എനിക്ക് വോയിസ് അയക്കാൻ അറിയാൻ പാടില്ല, ഇതെങ്ങനെയാടി എന്നും പറഞ്ഞിട്ട് വിട്ട് കഴിയപ്പോഴേക്കും അതെനിക്ക് വന്ന്. ഞാൻ എന്നിട്ട് കേട്ട് നോക്കിയപ്പോഴേക്കും ഈ ഡയലോഗ്. അപ്പം ഞാൻ പറയും ഇങ്ങനെയാണ് വോയിസ് അയക്കുന്നത്. ഓക്കെ അതാണ് ഇത്. വീട്ടിൽ ആ ഒരു പോരാളി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വീടങ്ങ് ഉറങ്ങിപ്പോവും. അതെ സത്യമാണ്.
താങ്ക്സ്.